ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത അവസ്ഥ അത് ദൈവം പ്രത്യേകമായിട്ട് നമുക്ക് തിരഞ്ഞെടുത്ത് നൽകിയ ജീവിതാവസ്ഥയാണ്. ഈ ജീവിതാവസ്ഥയിൽ ഏറ്റവും മനോഹരമായി നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള വലിയൊരു ചൈതന്യം പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ അഭിഷേക വചനം ഇതാണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. ഞാൻ അവനിൽ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു, സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ബെസാലേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മേൽ അവന് ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ആവശ്യമായ എല്ലാ ജ്ഞാനവും അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനായി ദൈവം പകർന്നു കൊടുത്തതാണ് വചനഭാഗം. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത മേഖലകൾ, ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുടുംബജീവിതം നയിക്കുന്നവരാകാം, സമർപ്പണ പൗരോഹിത്യ ജീവിതത്തിലാകാം, മറ്റ് ജീവിത അന്തസ്സുകളിലാകാം, മറ്റ് ജോലി മേഖലകളിലാകാം, എവിടെയും ആയിക്കൊള്ളട്ടെ, ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ഞാനിപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ, ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യുന്നുവോ, ഞാൻ എന്ത് ജോലി ചെയ്യുന്നുവോ, ഇത് നിന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. പ്രിയമുള്ളവരെ, ഈ ദൗത്യം ഏറ്റവും അനുഗ്രഹപ്രദമായി, ഏറ്റവും മനോഹരമായി, ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള കൃപ, ചൈതന്യം ദൈവം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്താൽ, സാമർഥ്യത്താൽ, ബുദ്ധിശക്തിയാൽ, വിജ്ഞാനത്താൽ നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കുവാനുള്ള കൃപയും അഭിഷേകവും നമുക്ക് നൽകും. നമ്മുടെ ജോലിക്ക് പോകുന്നതിന് മുൻപ്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് മുൻപ് പുറപ്പാട് 31:3 തിരുവചനം പ്രത്യേകമായിട്ട് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ജോലി, ഈ ദൗത്യം ഏറ്റവും അനുഗ്രഹപ്രദമായി നിർവഹിക്കുവാനുള്ള ദൈവീക ചൈതന്യം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ അതേതുമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചേ. നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും അനുഗ്രഹപ്രദമായി ചെയ്യുവാൻ കാരുണ്യവാനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ചൈതന്യം നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും